ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്തൊക്കെയാണ് കൂട്ടുകാരെ? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പം ഞാനൊരു പുതിയ വീഡിയോ ഉണ്ടാക്കിയേക്കാന്ന് കരുതി ഇന്ന്. ഇപ്പം എനിക്ക് എന്ത് കണ്ടാലും വീഡിയോ ഉണ്ടാക്കണം എന്നൊരു തോന്നലാണ്. ചീമനെല്ലിക്കയാണ് ഈ കിടക്കുന്നത്. നിങ്ങൾക്കറിയോ ചീമനെല്ലിക്ക? ചീമനെല്ലിക്ക അല്ലെങ്കിൽ ലോലോലിക്ക എന്നൊക്കെ പറയും. ക്രോൺബ്രയോ ഇംഗ്ലീഷിൽ പറയും. അതുകൊണ്ട് ഈ പറമ്പ് നിറച്ച് ചാടിക്കിടക്കുക. ആർക്കും വേണ്ട. ചീമനെല്ലിക്ക അല്ലെങ്കിൽ ലോലോലിക്ക പഴുത്ത് ചാടിക്കിടക്കുവാണ്. ഈ പറമ്പ് നിറച്ചുണ്ട്. ഏതാണ് ഇപ്പം ഞാൻ കുറച്ച് പിറക്കിയെടുക്കാമെന്ന് കരുതി കേട്ടോ. ആർക്കും വേണ്ടാണ്ട് കിടക്കുവാണ്. ചുവന്ന് തുടുത്ത ലോലോലിക്ക പഴങ്ങൾ. ചീമനെല്ലിക്ക എന്ന് പറഞ്ഞ ചീമനെല്ലിക്ക നമ്മുടെയൊക്കെ നാട്ടിൽ ചീമനെല്ലിക്ക എന്ന് പറയും. ഇത് കേട്ടോ, പച്ചയുണ്ട്. അപ്പോൾ ഈ ലോലോലിക്ക അല്ലെങ്കിൽ ചീമനെല്ലിക്ക കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. ഞാൻ പഠിച്ചത് കരിമണ്ണൂരാണ്, സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ കരിമണ്ണൂർ. 89, 90, 91 കാലഘട്ടങ്ങൾ. അത് നമ്മുടെ രാജീവ് ഗാന്ധി മരിക്കുന്ന സമയത്ത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അവിടെ ഒരു നെല്ലിമരം ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ആ കാലങ്ങളിൽ പഠിച്ചവർക്ക്? നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് മുണ്ടക്കൽക്കാരെ അറിയോ? മുണ്ടക്കലെ വീട്ടിലെ അവിടെ ഒരു ചീമനെല്ലി ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഇടയ്ക്കെല്ലാം അവിടെ പോയി പിറക്കാൻ പോകും. അവിടെ ചെന്ന് അതിൻ്റെ ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പിള്ളേരിങ്ങനെ പിറക്കും. നമ്മളൊക്കെ പോയി പിറക്കിയിട്ടുണ്ട്. ഞാനും പോയി പിറക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ചേട്ടൻ ആരുടെ അവിടെ പറിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങി ഓടും. അപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ടോ കൂട്ടുകാരെ? അപ്പോൾ ഞാൻ ഈ ചീമനെല്ലി മരം കണ്ടപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞ് ഈ വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അന്നൊക്കെ നമ്മൾ ചാമ്പയിലും, നമ്മുടെ ചെറുപ്രായത്തിൽ ചാമ്പ, പേരയ്ക്ക, ചീമനെല്ലിക്ക, നെല്ലിക്ക, ഞാവൽപ്പഴത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ എല്ലാ പഴം മാവിൻ്റെ പറമ്പിലൊക്കെ മാവ് നിൽക്കുന്ന മാവിൻ്റെ മാഞ്ചോട്ടത്തിലൊക്കെ കയറി മാങ്ങാപ്പഴം പറക്കലൊക്കെ ആയിരുന്നു നമ്മുടെയൊക്കെ ഹോബി. ഇന്ന് ആർക്കും ഒന്നും വേണ്ട. ഇന്നത്തെ പിള്ളേർക്ക് എന്താണ്? ഗൂഗിൾ മതി, ഗൂഗിൾ. പിന്നെ മൊബൈൽ മതി. മൊബൈലിൽ കയറി ഇങ്ങനെ 2 വിരലും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും, ടിങ് അല്ലേ? അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിനോട്ടുള്ള ഒരു നെല്ലിക്ക പോലും കാണത്തില്ല. ഈ കിടക്കുന്ന കണ്ടോ, ചാടിക്കിടക്കും. ആരും പറക്കാനില്ല. നെല്ലിമരം, ചീമനെല്ലിക്കയുടെ ചോട്ടിൽ നിറയെ നെല്ലിക്ക ചാടിക്കിടക്കുന്നു. അത് പറക്കാൻ ആരുമില്ലാണ്ട് നെല്ലിക്ക വലിയ ഇങ്ങനെ വിഷണ്ണനായി നിൽക്കുകയാണ്. മരത്തിലും നിറച്ച് കായ്ച്ച് കിടപ്പുണ്ട്. ആർക്കും വേണ്ട. അപ്പം ഞാനൊന്ന് നെല്ലിയെ സാന്ത്വനപ്പെടുത്താൻ നെല്ലിച്ചോട്ടിൽ വന്നതാണ്. ഈ ചീമനെല്ലിച്ചോട്ടിൽ വന്ന് 5-6 പിറക്കാം. എനിക്ക് നിന്നെ ഓർമ്മയുണ്ട് നെല്ലിമരമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നെല്ലിക്കയുടെ നെല്ലിമരത്തിൻ്റെ ചീമനെല്ലിക്ക ലോലോലിക്കയുടെ മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. നിറച്ച് കിടപ്പുണ്ട്, പഴുത്ത് കിടപ്പുണ്ട്. ഒരു ദിവസം കയറി പറിക്കണേ. ഇതിൽ അച്ചാറിടാൻ നല്ല സാധനമാണ്. ഇത്രയും പറഞ്ഞപ്പോഴത്തേനും 3-4 മിനിറ്റായി. ഇപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഇത് പിറക്കി തിന്ന് വളർന്നതാണല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി യൂട്യൂബിലിടാമെന്ന് കരുതി. അപ്പം ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും കുട്ടിക്കാലമൊക്കെ ഓർക്കുക. അവിടെ പഠിച്ച പിള്ളേരൊക്കെ ലൈക്ക് ചെയ്യുക. ഓക്കെ. ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിറച്ചാണ് ചാടി വീണത്. ആർക്കും വേണ്ട. ആർക്കും ചീമനെല്ലിക്ക പഴമൊന്നും വേണ്ടാതെ അനാഥ പ്രേതങ്ങളെ പോലെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഞാൻ 2-3 പ്രേതങ്ങളൊക്കെ പിറക്കിയെടുക്കുക. ഓക്കെ. ഇത് കണ്ടോ? അപ്പോൾ ഈ ചീമനെല്ലിക്ക മരത്തെ നിറച്ച നെല്ലിക്കയുണ്ട്. അതിങ്ങനെ കിടക്കുന്ന കാണും. ഒന്ന് കയറി പറിക്കണം, അച്ചാറിടണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലേ? സ്കൂളിൽ പഠിച്ച കാലത്തെ മുണ്ടക്കക്കാരുടെ പറമ്പിൽ കയറി ഒത്തിരി ചീമനെല്ലിക്ക പറക്കി തിന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുമായിരിക്കും നിങ്ങളുടെ കുട്ടിക്കാലം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അവിടെയൊക്കെ നിറച്ച് കാഴ്ച കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും. എല്ലാവരും എൻ്റെ വീഡിയോ കാണും, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. അടുത്ത ഇതേ വീഡിയോ ഉണ്ടാക്കി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ സന്തോഷമായിരിക്കൂ, ഹെൽത്തി ആയിട്ടിരിക്കൂ. ഓക്കെ, ബൈ. വീണ്ടും കാണാം.